അമേരിക്കയെ ലക്ഷ്യമാക്കി നീക്കിയ മയക്കുമരുന്ന് സംഘത്തിൻ്റെ കപ്പലുകൾ സൈന്യം ബോംബിട്ട് തകർത്തു. അതേ മധുകൊട്ടാരക്കര തത്സമയം വരികയാണ് അമേരിക്കയിൽ നിന്ന്. അമേരിക്ക ലക്ഷ്യമാക്കി നീങ്ങിയ മയക്കുമരുന്ന് സംഘം സഞ്ചരിച്ച ബോട്ടുകൾ അമേരിക്കൻ സൈന്യം ബോംബിട്ട് തകർത്തു എന്ന വാർത്തയാണ് മധുകൊട്ടാരക്കര പങ്കുവയ്ക്കുന്നത്. 14 പേർ കൊല്ലപ്പെട്ടുവെന്ന് പെൻറ്റഗൺ അവരുടെ വിദേശകാര്യ വകുപ്പ് അറിയിച്ചു. മയക്കുമരുന്ന് സംഘങ്ങളുടെ നോ കോംപ്രമൈസ് എന്ന ട്രംപ് ഭരണത്തിൻ്റെ തീരുമാനത്തിൻ്റെ അവസാനത്തെ ഫലമാണ് ഈ അക്രമം. We have to do it for national security. We have to do it to save lives. And so we will track them, we will map them, we will network them, and we will hunt them and kill them because they're trying to and they are killing and poisoning the American people. മേരിയിലെ ന്യൂജേഴ്സിയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി മധു കൊട്ടാരക്കര ചേരുന്നു. മധു, യഥാർത്ഥത്തിൽ കോംപ്രമൈസ് ഇല്ലാതെ ട്രംപ് ഈ കാര്യത്തിൽ മുന്നോട്ട് പോകുന്നു. കപ്പലുകൾ മുക്കും, ബോംബിട്ട് തകർക്കും എന്ന കാര്യത്തിലൊക്കെ അദ്ദേഹത്തിന് സംശയമില്ല. ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്താണ്? ഗുഡ് മോർണിംഗ് എസ്കെൻ. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കൗണ്ടർ ഡ്രഗ് ക്യാമ്പയിനാണ് ഇപ്പോൾ ഒരു യുദ്ധസമാനമായ തയ്യാറെടുപ്പുകളോടെ പെന്റഗൺ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. കിഴക്കൻ പസഫിക്കിൽ കരീബിയൻ ദ്വീപുകൾക്ക് സമീപം US-ന്റെ ആണവ അന്തർവാഹിനി നിലയുറപ്പിച്ചു കഴിഞ്ഞു. അതുപോലെ അമേരിക്കയുടെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലുകളിലൊന്നായ ജെറാൾഡ് ഫോർഡ് ഈ കരീബിയൻ കടലിലേക്ക് നീങ്ങി തുടങ്ങിയിട്ടുണ്ടെന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. നിലവിൽ എസ്കെൻ ആയിരക്കണക്കിന് സൈനികരെയും അതുപോലെ F-35 ഫൈറ്റർ ജെറ്റ്സും ഒക്കെ ഈ മേഖലയിൽ വിന്യസിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. മയക്കുമരുന്നുമായി അമേരിക്ക ലക്ഷ്യമാക്കി നീങ്ങുന്നുണ്ടെന്ന് സംശയിക്കുന്ന ബോട്ടുകളാണ് ഇപ്പോൾ ബോംബിട്ട് തകർത്തതായി പെന്റഗൺ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ബോട്ടുകളിൽ ഉണ്ടായിരുന്ന 14 പേരും കൊല്ലപ്പെട്ടതായിട്ട് ഡിഫൻസ് സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് പിന്നീട് സ്ഥിരീകരിക്കുകയുണ്ടായി. നാർക്കോട്ടിക്സുമായി സഞ്ചരിച്ച 4 ബോട്ടുകൾ തകർത്തതായിട്ടാണ് പീറ്റ് പറഞ്ഞത്. ഇതിൽ ഒരാൾ രക്ഷപ്പെട്ടെന്ന് കരുതുന്നു. ഈ ആൾക്ക് വേണ്ടി മെക്സിക്കൻ നേവി ഇപ്പോൾ കടലിൽ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഈ കോസ്റ്റ് ഗാർഡിന് പകരം US സൈന്യം ഈ ഡ്രഗ് മാഫിയയെ തകർക്കുവാൻ കടലിൽ ഇറങ്ങിയതിനെ ചില ഡെമോക്രാറ്റ്സുകൾ ചോദ്യം ചെയ്യുന്നുണ്ട്. അതുപോലെ വെനിസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മദുരോയ്ക്ക് ഈ നാർക്കോട്ടിക് ഗ്രൂപ്പുകളുമായിട്ട് നേരിട്ട് ബന്ധമുണ്ടെന്ന് അമേരിക്ക സംശയിക്കുന്നുണ്ട്. നിക്കോളാസിനെ അറസ്റ്റ് ചെയ്യാൻ എന്തെങ്കിലും തെളിവ് ആരെങ്കിലും നൽകിയാൽ $50 മില്യൺ ഒരു ഓഫർ ഡൊണാൾഡ് ട്രംപ് മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. ട്രംപിന്റെ ഈ നോ കോംപ്രമൈസ് ടു ഡ്രഗ്സ് നയത്തിൽ വെനിസ്വേല അതുപോലെ കൊളംബിയ സർക്കാരുകൾ വലിയ അസ്വസ്ഥരാണ്. അവർ പറയുന്നത് സംശയത്തിന്റെ ആനുകൂല്യവും അതുപോലെ ലഭിക്കുന്നില്ല, അതുപോലെ നിയമത്തിന്റെ മുമ്പിൽ ഇവരെ കൊണ്ടുവരുന്നുമില്ലെന്നാണ് അവരുടെ പരാതി. മധു കൊട്ടാരക്കര, അതിൽ വലിയ നിയമവാഴ്ചയോ ജനാധിപത്യ ബോധമൊന്നും പ്രകടിപ്പിക്കാൻ ട്രംപ് തയ്യാറല്ല. ഈ മയക്കുമരുന്നുമായിട്ട് കപ്പൽ വന്നാൽ മുക്കിക്കളയും, ബോംബിട്ട് ആക്രമിക്കുമെന്നുള്ളതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.